ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി വരാൻ കാത്തിരിക്കുകയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മകൻ കൂടിയായ പുതുപ്പള്ളിയിലെ സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ പറയുന്നത്. അദ്ദേഹം പ്രാർത്ഥനകൾ നടത്തി, പിതാവിൻ്റെ കല്ലറയിൽ പോയി പ്രാർത്ഥിച്ചു. വളരെ തികഞ്ഞ പ്രതീക്ഷയോടെ. പുതുപ്പള്ളിയിൽ ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ അല്പം പ്രയാസമാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവിനെ തോൽപ്പിക്കാനും പ്രയാസമായിരുന്നു, അദ്ദേഹം അവിടെ തോറ്റിട്ടേയില്ല. എന്നാൽ ഇത്തവണ മകൻ്റെ കാര്യം ഭൂരിപക്ഷം കുറച്ച് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടും എന്നുള്ള ചില ധാരണകളൊക്കെയുണ്ട്. പുതുപ്പള്ളി തീർച്ചയായിട്ടും UDF-നും LDF-നും ഒക്കെ ഒരേപോലെ വോട്ടിംഗ് ശതമാനവും മേൽക്കൈയും ഒക്കെയുള്ള മണ്ഡലമാണ്. പക്ഷേ ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയെ അധിഷ്ഠിതമാക്കിയാണ് അവിടെ അദ്ദേഹം ജയിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ മകൻ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ചാണ്ടി ഉമ്മനും ആ ഒരു പ്ലസ് പോയിൻ്റ് ഉണ്ട് എന്നുള്ളതാണ് അവിടുന്ന് ലഭിക്കുന്ന സൂചനകൾ. ഒരു 2 തവണത്തെ CPM മുഖ്യമന്ത്രിക്ക് ശേഷം, അല്ലെങ്കിൽ 2016-ലെ ഉമ്മൻചാണ്ടി സർക്കാരിന് ശേഷം ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി കടന്നു വരണം എന്ന് ഉമ്മൻചാണ്ടിയുടെ മകൻ പറയുമ്പോൾ ആരായിരിക്കും ആ മുഖ്യമന്ത്രി എന്ന ചർച്ച അവിടെ നടക്കുകയാണ്. എന്തായാലും ചാണ്ടി ഉമ്മനെ മുഖ്യമന്ത്രിയാക്കും എന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും നമുക്ക് ഏതായാലും ഇല്ല. ചാണ്ടി ഉമ്മനെ ഏതെങ്കിലും ഒരു മന്ത്രിയാക്കിയാൽ തന്നെ ഭാഗ്യം, UDF അധികാരത്തിൽ വരികയാണെങ്കിൽ. സ്വാഭാവികമായും അദ്ദേഹം ഒരു ക്രൗഡ് പുള്ളറാണ്. കൃത്യമായി തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ നടത്തിയിരുന്നു. അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു വകുപ്പ് UDF ജയിക്കുകയാണെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ കൊടുക്കണം എന്ന് ആവശ്യപ്പെടുന്നവരുണ്ട്. കോട്ടയം ജില്ലയ്ക്ക് ഒരു മന്ത്രിയെ വേണം, തിരുവഞ്ചൂരുണ്ട്. എന്നാൽ പോലും ഇത്തരത്തിൽ രാഷ്ട്രീയ ചർച്ചകളാണ് നടക്കുന്നത്. ചാണ്ടിയുമ്മൻ ജയിക്കുമോ അല്ലെങ്കിൽ ചാണ്ടിയുമ്മൻ മന്ത്രിയാകുമോ എന്നുള്ള ചർച്ചകൾ നടക്കേണ്ട സമയമായില്ല. എന്നാൽ പോലും അദ്ദേഹം ജയിക്കുമായിരിക്കും. UDF ജയിച്ച് അധികാരത്തിൽ വന്ന ശേഷം മാത്രമല്ലേ മന്ത്രിമാരെക്കുറിച്ച് ചിന്തിക്കേണ്ട വിഷയമുള്ളൂ. ചാണ്ടിയുമ്മൻ എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ്. ഉമ്മൻചാണ്ടിയുടെ പ്രതീകമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ജനഹിതമായി തന്നെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന, കക്ഷി രാഷ്ട്രീയം നോക്കാതെ ജനസേവനം നടത്തുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്നാണ് പുതുപ്പള്ളിക്കാർ പൊതുവെ പറയുന്നത്. അപ്പം ചാണ്ടിയുമ്മൻ ഒരു പ്രധാനപ്പെട്ട വ്യക്തിത്വമായി, ഒരു ഇമേജായി, UDF-ൻ്റെ കോൺഗ്രസിൻ്റെ ഒരു ഇമേജായി മാറുന്നു. അത് ഉമ്മൻചാണ്ടി എന്ന മുൻ മുഖ്യമന്ത്രിയുടെ മഹാനായ രാഷ്ട്രീയ നേതാവിൻ്റെ മകനായത് കൂടെ കൊണ്ടാണ് എന്നത് ഇപ്പോൾ മാധ്യമങ്ങളിൽ വിഷയങ്ങളാകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ബൈറ്റെടുക്കാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ ആളുകൾ ഓടിയെത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും, ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു.